ഹായ് ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹെർബൽ ഡ്രഗ് ടെക്നോളജിയിലെ യൂണിറ്റ് 1ന്റെ ലാസ്റ്റ് പാർട്ടാണ്. അതിനകത്ത് നമ്മൾ പെസ്റ്റ് ആൻഡ് പെസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇനി അണ്ടറിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് പെസ്റ്റ് ആൻഡ് പെസ്റ്റ് മാനേജ്മെന്റ് ഇൻ മെഡിസിനൽ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ എന്താണ് ഒരു പെസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പെസ്റ്റ് എന്താണ്? ഒരു അൺഡിസൈഡ് ആയിട്ടുള്ള അനിമൽ അല്ലെങ്കിൽ ഒരു പ്ലാന്റ്. മെയിൻലി നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത പ്ലാന്റ്സിന് ലോസ് ഉണ്ടാക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഒരു പെസ്റ്റ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെസ്റ്റ് ഉണ്ട്. മെഡിസിനൽ പ്ലാന്റ്സിൽ ഇൻഫെക്ട് ചെയ്യുന്ന പല പെസ്റ്റ് ഉണ്ട്. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് വൺ ആണ് ഫംഗി ഓർ വൈറസസ്, സെക്കൻഡ് വൺ ഇൻസെക്ട്സ്, തേർഡ് വൺ വീഡ്സ് ആൻഡ് ഫോർത്ത് വൺ നോൺ ഇൻസെക്ട്സ് പെസ്റ്റ് ഉണ്ട്. ഇനി നമ്മൾ ഓരോന്നിനെ കുറിച്ച് എടുത്ത് നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് ഓരോന്ന് എടുത്ത് പഠിക്കാൻ. ഫസ്റ്റ് വൺ ആണ് ഫംഗി ആൻഡ് വൈറസസ് എന്ന് പറയുന്നത്. ഫംഗി ആൻഡ് വൈറസസ് എന്ന് പറയുമ്പോൾ വേരിയസ് ഫംഗി ആൻഡ് വൈറസസ് എന്നാണ് ഓരോ ഡിസീസ് നമ്മുടെ പ്ലാന്റ്സിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഫസ്റ്റ് എക്സാമ്പിൾ ആണ് അസ്കോകൈറ്റ അട്രോപ്പെ എന്ന് പറയുന്ന ഫംഗസ്. അതെന്താണ്? നമ്മുടെ ലീവ്സ് നെക്രോസിസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ സെർക്കോസ്പോറ അട്രോപ്പെ എന്ന് പറയുന്ന ഫംഗസ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലീവ് സ്പോട്ട് ഡിസീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് രണ്ട് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി ഇൻസെക്ട്സ് എന്ന് പറയുമ്പോൾ വേരിയസ് ഇൻസെക്ട്സ് എന്താണ് നമ്മുടെ പ്ലാന്റിന് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ലോസ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഇൻസെക്ട്സിന് എക്സാമ്പിൾ ആണ് ഫ്ലീ, ബീറ്റിൽ, ഫ്ലൈസ്, മോത്ത്, കട്ട് വേംസ്, ഗ്രാസ് ഹോപ്പേഴ്സ്, സ്പൈഡേഴ്സ്, ടെർമൈറ്റ്സ് എക്സെട്ര ഒക്കെ എന്താണ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ലോസ് നമ്മൾ കൾട്ടിവേറ്റഡ് പ്ലാന്റ്സിന് അതിന്റെ ഈൽഡ് കുറയും. ഈ പ്ലാന്റ്സ് വന്ന് ഈ ഇൻസെക്ട്സ് വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ ഈൽഡ് കുറയും. അപ്പം ഈ ഇൻസെക്ട്സ് ഒക്കെയാണ് നമ്മുടെ പ്ലാന്റ്സിന് എന്താണ് ലോസ് ഉണ്ടാക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് വീഡ്സ് എന്ന് പറയുന്നത്. വീഡ് എന്ന് പറയുന്നത് എന്താണ്? കളയെന്ന് കേട്ടിട്ടില്ലേ? ഒരു അൺഡിസൈഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വീഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒറിജിനൽ ആയിട്ടുള്ള നമ്മുടെ ഈ പ്ലാന്റ് കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്ലാന്റിന്റെ ഇടയ്ക്ക് എന്താണ് അൺഡിസൈഡ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന പ്ലാന്റ് ആണ് വീഡ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഈ ഇൻസെക്ട് വന്ന് അറ്റാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫംഗൽ വൈറസ് അതിന്റെ അറ്റാക്കിനെയൊക്കെക്കാളും ഭയങ്കര അപകടകാരിയാണ് ഈ വീഡ്സ് എന്ന് പറയുന്നത്. ഈ വീഡ്സ് നമ്മുടെ പ്ലാന്റിന്റെ ന്യൂട്രിയൻസ് എല്ലാം എന്താണ് വലിച്ചെടുക്കും. പ്ലാന്റിനെക്കാളും കൂടുതൽ ന്യൂട്രിയൻസ് എന്നാണ് ഈ വീഡ്സ് വലിച്ചെടുക്കും. അങ്ങനെ ഡിപ്ലീഷൻ ഓഫ് ദ ന്യൂട്രിയൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഡിപ്ലീഷൻ ഓഫ് ദ വാട്ടർ കണ്ടന്റ്, ലൈറ്റ് ആൻഡ് സ്പേസ് ഓഫ് ദ കൾട്ടിവേറ്റഡ് പ്ലാന്റ്സ് എന്ത് ചെയ്യും? കുറയും. ആൻഡ് ദേ ഓൾസോ ഇൻക്രീസസ് ദ കോസ്റ്റ് ഓഫ് ലേബർ കോസ്റ്റ് എന്താണ് ഇൻക്രീസ് ചെയ്യും. കാരണം ഈ കളകളെല്ലാം നമുക്ക് എന്താ പറിച്ചു കളയണം. അപ്പൊ ലേബർ കോസ്റ്റ് കൂടും. അതുപോലെ തന്നെ എക്യുപ്മെന്റിന്റെ കോസ്റ്റ്, അതുപോലെ റെഡ്യൂസ് ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ദ കൾട്ടിവേറ്റഡ് പ്ലാന്റും എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അതിന് ഇനി പല തരത്തിലുള്ള വീഡ്സ് ഉണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് പാർത്തീനിയം, റാഗ് വീഡ്, മെഡിക്കൻ ടീ ആൻഡ് വാർണിഷ് ടീ. ഇതൊക്കെയാണ് വീഡ്സിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഓരോന്നിന്റെ നിങ്ങൾ എക്സാമ്പിൾസ് പഠിച്ചിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നോൺ ഇൻസെക്ട്സ് പെസ്റ്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. അതിനെ ഫർദർ സബ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് വെർട്ടിബ്രേറ്റ്സ് ആൻഡ് ഇൻവെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നത്. വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? അനിമൽസ് ലൈക്ക് മങ്കി, റാറ്റ്, റാബിറ്റ്, സ്ക്വിറൽസ്, ബേർഡ്സ്, പിഗ്സ് ഒക്കെയാണ് വെർട്ടിബ്രേറ്റ്സ്. ഇനി ഇൻവെർട്ടിബ്രേറ്റ്സ് എന്തൊക്കെയായിരിക്കും? ക്രാബ്, സ്നെയിൽ, മൈറ്റ്സ്, നിമറ്റോഡ്സ് ഒക്കെയാണ് ഇൻവെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഇനിയും എങ്ങനെ നമുക്ക് ഈ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാം എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. അതിന് വേരിയസ് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. മെക്കാനിക്കൽ മെത്തേഡ്, അഗ്രികൾച്ചറൽ മെത്തേഡ്, ബയോളജിക്കൽ മെത്തേഡ് ആൻഡ് കെമിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് എന്താ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാം. നമുക്ക് ഫസ്റ്റ് വണ്ണാണ് മെക്കാനിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ പല മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതിനകത്ത് ഹാൻഡ് പിക്കിംഗ് ഉണ്ട്, പ്രൂമിങ്, അതുപോലെ തന്നെ ബേണിംഗ്, യൂസിങ് പെസ്റ്റ് ട്രാപ്പ്. ഈ എലീനെയൊക്കെ നമുക്ക് പിടിക്കാൻ ട്രാപ്പ് വെക്കത്തില്ലേ? അതുപോലെ പെസ്റ്റ് ട്രാപ്പ് നമുക്ക് യൂസ് ചെയ്യാം. കളക്ഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ. എഗ്സിനെ നമ്മൾ എന്താ അതിന്റെ ആ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ അതിനെ ഡിസ്ട്രക്ട് ചെയ്ത് കളയുക. ലാർവ അല്ലെങ്കിൽ ഇൻസെക്ട്സിനെയൊക്കെ നമ്മൾ ഡിസ്ട്രക്ട് ചെയ്ത് കളയുക. അല്ലെങ്കിൽ കോൺക്രീറ്റ് വെയർ ഹൗസസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ട് നമ്മൾ റോഡൻസിനെ, ആനിമൽസിനെ ഒക്കെ ട്രാപ്പ് ചെയ്യുക. അതുപോലെ തന്നെ റാറ്റ്സിനെ, മൗസ് ട്രാപ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് വൺ ആണ് അഗ്രികൾച്ചറൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചറൽ മെത്തേഡിൽ നമുക്ക് ക്രോപ്പ് റൊട്ടേഷൻ, വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ക്രോപ്പ് റൊട്ടേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഒരു സമയത്ത് നെല്ല് വിളയിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സമയം നമുക്ക് എള്ള് നടാം. അങ്ങനെ പല ക്രോപ്പ് റൊട്ടേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഇന്റർ ക്രോപ്പിംഗ്, ഇപ്പൊ ഒരു ക്രോപ്പിന്റെ ഇടയ്ക്ക് വേറൊരു ക്രോപ്പ് നമുക്ക് നടാം. ഇന്റർ ക്രോപ്പിംഗ്, അതുപോലെ ഇന്റഗ്രേറ്റഡ് വീഡ് മാനേജ്മെന്റ് മെത്തേഡ്, സോളറൈസേഷൻ,
എക്സെട്ര കാര്യങ്ങളൊക്കെ നമുക്ക് അഗ്രികൾച്ചറൽ മെത്തേഡ്സിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് പെസ്റ്റ് ആൻഡ് ഇൻസെക്ട്സ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ് ത്രൂ ജെനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക് ഈസ് ആൻ അനദർ. ജെനറ്റിക് എഞ്ചിനീയറിംഗ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഇപ്പം എന്താണ് കൂടുതൽ എന്താണ് നോവൽ ആയിട്ട് വന്നൊരു ടെക്നിക്കാണ് ജെനറ്റിക് എഞ്ചിനീയറിംഗ് നമ്മൾ പ്ലാന്റ്സിന്റെ കേസിൽ. അപ്പം എന്താണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻസെക്ട്സ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഓരോ മെത്തേഡ്സിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഈ ഡയറക്റ്റ് ജെനറ്റിക് എഞ്ചിനീയറിംഗ് വരുത്തിയ പ്ലാന്റിനെ നമ്മൾ യൂസ് ചെയ്താൽ എന്താണ് ഇൻസെക്ട്സിൽ നിന്നും എല്ലാം നമുക്ക് അതുപോലെ ഹൈ ഈൽഡ് വെറൈറ്റി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് ഒന്നാണ് ബയോളജിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ, ബയോളജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് പെസ്റ്റിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും ബൈ യൂസിങ് ബയോളജിക്കൽ മെത്തേഡ്. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പൊ റാറ്റ് അല്ലെങ്കിൽ സ്ക്വിറലിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാറ്റ്സിനെ വളർത്തും. അതുപോലെ തന്നെ സർട്ടൈൻ ബേർഡ്സിനെ നമ്മൾ വളർത്തുന്നതിന് ഇൻസെക്ട്സിന്റെ അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ സർട്ടൈൻ ബയോളജിക്കൽ ആയിട്ടുള്ള മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ആണ് കെമിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. കെമിക്കൽ മെത്തേഡിൽ നമ്മൾ എന്താണ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ്, ഹെർബിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് കെമിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഈ കെമിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? ഹൈലി ടോക്സിക് ആണ് കെമിക്കൽസ് എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ്സിന് എന്താണ് അത് നല്ലോണം എഫക്ട് ചെയ്യും. അതെന്തിനാണ് നമ്മളിപ്പോ മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ വളർത്തുകയാണെങ്കിൽ അത് ഹ്യൂമൻസിനെ തന്നെയാണ് ഫൈനലി എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കെമിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ കെമിക്കൽ മെത്തേഡ്സ് ആയിട്ടുള്ള ഇൻസെക്ടിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ അത് കൺട്രോൾ ചെയ്യണം. ഇനി കെമിക്കൽ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ് അതിന്റെയൊക്കെ ഓരോ എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഇനി റോഡന്റിസൈഡ്സിന് എക്സാമ്പിൾ ആണ് ആർസനിക് ട്രയോക്സൈഡ്. ഇൻസെക്ടിസൈഡ്സിന് എക്സാമ്പിൾസ് ആണ് മാലാത്തയോൺ, പാരാത്തയോൺ ആൻഡ് മെതോക്സിക്ലോർ എന്ന് പറയുന്നത്. ഇനി മിറ്റിസൈഡ്സിന് എക്സാമ്പിൾ ആണ് ടെട്രാഡൈഫോൺ, ക്ലോറോബെൻസോലേറ്റ് എന്ന് പറയുന്നത്. ഇനി ഫംഗിസൈഡ്സിന് എക്സാമ്പിൾ ആണ് ക്ലോറോഫിനോൾസ് ആൻഡ് ക്വാട്ടർനൈൽ അമോണിയം കോമ്പൗണ്ട്. ഇനി ഹെർബിസൈഡ്സിന് എക്സാമ്പിൾസ് ആണ് 2,4-ഡൈക്ലോറോഫിനോക്സി അസറ്റിക് ആസിഡ് ആൻഡ് കാൽഷ്യം ആർസനേറ്റ് എക്സെട്ര. ഈ നെക്സ്റ്റ് ആണ് ബയോ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ ബയോ ഇൻസെക്ടിസൈഡ്സ് ഫോർ പെസ്റ്റ് മാനേജ്മെന്റ്. നമ്മളിപ്പോ പറഞ്ഞു നമ്മൾ വൺ ഓഫ് ദ കെമിക്കൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോർ ടോക്സിക് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. അത് നമ്മുടെ ഹ്യൂമൻസിന് എന്താണ് നല്ല ഹാം ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. അപ്പൊ അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്തെന്ന് പറയുന്ന ബയോ പെസ്റ്റിസൈഡ്സ് എന്നാണ്. ബയോ എന്ന് വെച്ചാൽ നമുക്കറിയാം ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ബയോ പെസ്റ്റിസൈഡ്സിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? മെയിൻലി ഇത് നാച്ചുറൽ സോഴ്സിൽ നിന്നായിരിക്കും കിട്ടുന്നത്. എന്താണ്? മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ പ്ലാന്റ്, ആനിമൽ, ഇൻസെക്ട്സ് ആൻഡ് സർട്ടൈൻ മിനറൽസ് ആയിരിക്കും നമ്മൾ എന്താ പെസ്റ്റിസൈഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദേ ഓഫർ എനോമസ് അഡ്വാൻറ്റേജ് ഓവർ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നതിന് പകരം ഈ ബയോ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്താൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അത് എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദേ ആർ നോൺ ടോക്സിക് ടു പ്ലാന്റ്സ് ആസ് വെൽ ആസ് ഹ്യൂമൻസ്. ഹ്യൂമൻസിനും അതുപോലെ തന്നെ പ്ലാന്റ്സിനും വളരെ നോൺ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഈ ബയോ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് മറ്റേ നമ്മുടെ കെമിക്കൽ പെസ്റ്റിസൈഡ്സിനെക്കാളും ലെസ് എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ആൻഡ് ക്യാൻ ബി ഗ്രോൺ എലോങ് വിത്ത് ദ കൾട്ടിവേറ്റഡ്. ഒന്നെങ്കിൽ നമ്മൾ ഈ മെഡിസിനൽ പ്ലാന്റ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമുക്കിത് കൾട്ടിവേറ്റ് ചെയ്യാം. ഈ പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മൾ ബയോ പെസ്റ്റിസൈഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇത് ബയോഡീഗ്രേഡബിൾ ആണ്. ഡു നോട്ട് ലീവ് എനി ടോക്സിക് റെസിഡ്യൂസ് ഒന്നും നമ്മുടെ പ്ലാന്റിന് ഉണ്ടാക്കത്തില്ല. അതുപോലെ തന്നെ ഇത് എക്കോ ഫ്രണ്ട്ലി ആണ്. ഡു നോട്ട് അഫക്ട് ദ സോയിൽ ഫെർട്ടിലിറ്റി. സോയിലിനെ ഡാമേജ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വളരെയധികം എക്കോ ഫ്രണ്ട്ലിയുമാണിത്. അതുപോലെ സേഫ് ആണ്, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി ഈ ബയോ പെസ്റ്റിസൈഡ്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് മൈക്രോബിയൽ, സെക്കൻഡ് വൺ ബയോകെമിക്കൽ ആൻഡ് പ്ലാന്റ് പെസ്റ്റിസൈഡ്സ് ഉണ്ട്. ഇനി അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് മൈക്രോബിയൽ പെസ്റ്റിസൈഡ്സ് എന്ന് വെച്ചാൽ മൈക്രോബിയൽ പെസ്റ്റിസൈഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് എന്താണ് പെസ്റ്റിസൈഡ് ആയിട്ട് യൂസ് ചെയ്ത് നമുക്ക് എന്താണ് പ്ലാന്റിന്റെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിലുള്ള എന്താണ് പെസ്റ്റിന്റെ അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാം. അതെന്ന് പറയുന്നത് എന്താണ്? ഈ മൈക്രോബിയൽ പെസ്റ്റിസൈഡ്സിനകത്ത് മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കുന്നത് എന്താണ്? മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതെന്ന് പറയുന്ന വേരിയസ് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യും. റിലേറ്റീവ്ലി സ്പെസിഫിക് ടു അതിന് സ്പെസിഫിക് ടാർജറ്റ് ഉണ്ടായിരിക്കും. ഈ മൈക്രോ ഓർഗാനിസം പെസ്റ്റിസൈഡ്സിന് എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ടാർജറ്റ് പെസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മെയിൻലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏതാണ്? ദ ഫംഗൈ. ചില ഫംഗൈക്ക് എന്താണ്
വീഡ്സ് അല്ലെങ്കിൽ ഇൻസെക്ട്സിനെ നമുക്ക് എന്താ ഇൻസെക്ട് പെസ്റ്റിസൈഡ്സിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻസെക്ട് പെസ്റ്റ് അല്ലെങ്കിൽ വീഡ്സ് ഇതൊക്കെ എന്താണ് പെസ്റ്റ് ആണ്. അതിനെ എന്താണ് ഫംഗയ്ക്ക് അതിന്റെ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് വൺ ഓഫ് ദ എക്സാമ്പിൾ ആണ് മൈക്രോബിയൽ പെസ്റ്റിസൈഡ്സിന്റെ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റിനെ നമുക്ക് പൗഡേർഡ് ഫോമിൽ നമുക്ക് അവൈലബിൾ ആകും. അല്ലെങ്കിൽ ഇതിന്റെ ജ്യൂസ് ഫോം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പ്ലാന്റ്സിൽ നമുക്ക് സ്പ്രേ ചെയ്തിട്ടായാലും കൊടുത്താൽ മതി. ഈ നീം, ടൊബാക്കോ അങ്ങനെയുള്ള പ്ലാന്റ്സിനെ നമ്മൾ നമ്മുടെ കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും എന്താണ് നമ്മുടെ പെസ്റ്റിന്റെ അറ്റാക്ക് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് താങ്ക് യു.